കാണില്ല, എനിക്ക് ചൊറിയുന്നുണ്ട് കൈ. സത്യം പറയാ ഞാൻ അവിടെ നിന്ന് ചൊറിഞ്ഞോണ്ട് കേട്ടോ. ഇതൊക്കെ തണ്ടിലും വയറൊക്കെ ഭയങ്കര വേദന. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഞാൻ ഇപ്പൊ പ്രസവിക്കുവോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. വളകപ്പ് നടത്തുന്നില്ലെന്ന് ചോദിച്ചിട്ട് നമ്മയെ വെച്ച് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ആദർശ്. അതിലൊരു നെഗായിട്ട് എന്റെ അടുത്ത് ഇടാൻ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ച് എന്നോട് ഒരാൾ പറയാണ് ആളെ കാണിച്ചിട്ട് വീഡിയോ ഇടുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞാല് ഞാൻ ആളെ കാണിക്കൂല, ഞാൻ ചത്താലും കാണിക്കൂല. ആദർശന്റെ ഏറ്റവും അങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ണീനെ എടുക്കണം എന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ Q&A പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം നാളായി, പക്ഷെ ഇതുവരെ ആൻസർ ചെയ്യാൻ പറ്റിയൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും വയ്യ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ എന്തായാലും ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇപ്പോൾ വേഗം കൂടിയൊക്കെ കഴിഞ്ഞ് ഇരുന്നതാട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി വായിച്ചു തുടങ്ങാം. കുറെ പേര് ക്വസ്റ്റ്യൻസ് ആയിട്ടും അതെ, ചില പേര് നമ്മളോട് ഇഷ്ടം ഒരു ഉണ്ണിനെ കാണാൻ വെയിറ്റിംഗ് ആണ്, കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടാണ് വായിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദർശ് ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി ചെയ്ത ചേച്ചിക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയാമോ? അതുപോലെ തന്നെ ആദർശ് ചേട്ടനും പറയാമോ? ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്. എനിക്കങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് ചേട്ടനും ഇവിടെ ഇരുത്തിയിട്ട് പറയുമ്പോൾ എനിക്ക് ആദർശ് ചേട്ടൻ പൊങ്ങി പോകുന്നൊരു എന്നെ ചിരിപ്പിക്കും. ആദർശേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്ന കപ്പിൾസിനെ വെച്ചിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആണ് ആദർശേട്ടൻ. എനിക്കിന്ന് വെച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ പക്ഷെ ചില സമയത്തേക്ക് ദേഷ്യം വരും കേട്ടോ. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. എന്നാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം എങ്ങടെയെങ്കിലും പോകണമെങ്കിലോ സംഭവം എനിക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സമ്മതിക്കില്ല. എന്നെ എന്താ വേണ്ട വെച്ചെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇപ്പം എവിടെ പോകേണ്ട വെച്ചെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് പോയി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെയും കൂട്ടി കൊണ്ടുവരിക. അതുപോലെ തന്നെ എല്ലാം എൻ്റെ ഒപ്പം നിന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അത് എനിക്ക് നല്ലൊരു ചില സമയത്ത് അല്ല എപ്പോഴും എനിക്ക് നല്ലതാണത്. കാരണം പക്ഷെ അതിലൊരു ബാഡായിട്ടുള്ള പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തീരെ പറ്റാതെ ഒക്കെ ആകർഷകരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ 2-3 വർഷമായില്ലേ. അപ്പം അതിങ്ങനെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്താതെ എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാതും ചെയ്തു തരും. അതൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അമ്മ പോടും ഇതാ എന്താ പറഞ്ഞ അവൾ ടോപ്പായി സംഭവം അറിയാം. നമുക്ക് ഫണ്ടോ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ഞാൻ ഡൗൺ ആകുമ്പോൾ ഇന്നെ അത്രയും നല്ലോണം നോക്കൂ. അപ്പൊ എന്താ പറയാ, ഒരു അമ്മ നോക്കുമ്പോൾ തന്നെ നോക്കൂ. അതിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദർശേട്ടൻ എന്താ ജോബ്? ക്വസ്റ്റ്യൻ കുറെ ഇപ്പൊ വരാറുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കോഴിക്കോടുള്ള സമയത്ത് മുത്തൂറ്റിലുണ്ടേനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല അതിന്റെ മുന്നേ കല്യാണത്തിന് ശേഷം കേട്ടോ. കല്യാണത്തിന് മുന്നേ നമുക്ക് ഓൾമോസ്റ്റ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ടിരുന്നു. അതായത് ഒരു പോളിഷിങ്ങിന്റെ ഒക്കെ, കാർ വണ്ടീൻ്റെ പോളിഷിങ്ങിന്റെയും സെറാമിക്കിന്റെ ഒക്കെ. ഇപ്പം ഞാൻ റിസൈൻ ഇട്ടതാണ്. മുത്തൂറ്റിൽ നിന്നൊക്കെ റിസൈൻ ഇട്ട് ഇപ്പം എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിനി ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഇവിടെ ഡെലിവറി കയറാം. അതായത് ഏപ്രിൽ തൊട്ട് വർക്കിന് കയറും. ഏതെങ്കിലും ഫിനാൻസത്തിനേക്കും കയറും മിക്കവാറും. ഏപ്രിൽ ആവണം. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ഇവിടെ ഒരു ആഴ്ച ഇപ്പോൾ ഒരു വട്ടമെങ്കിലും ഹോസ്പിറ്റലിൽ പോകും. പിന്നെ പെയിന് വന്നാൽ കൊണ്ടുപോകണം. അപ്പോൾ എല്ലാത്തിനും എനിക്ക് എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് റിസൈൻ ഇട്ടിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ബാക്കപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഏപ്രിൽ ഡെലിവറിക്കുള്ള ചിലവും അതേപോലെ തന്നെ അതിന് ശേഷം ഇപ്പോൾ നമുക്ക് അതുവരെയുള്ള ചിലവിനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒന്ന് വിധം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് ഒന്ന് ഒരു മാസമെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആകുന്ന വരെ ഞാൻ ഇവിടെ നിൽക്കും. അതിനുശേഷം ഞാൻ വർക്കിന് കയറും. അപ്പം ജോലിൻ്റെ കാര്യത്തിൽ ഇനി ചോദിക്കില്ല. ജോലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടേന് ഇതിനു മുന്നേ, പക്ഷെ എല്ലാവരും ചോദിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോസ്പിറ്റൽ ചിലവ് എത്ര വരും? അതിനുള്ളതൊക്കെ സെറ്റ് ആക്കിയോ? ഞങ്ങളും ആദ്യം പ്രൈവറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ 7th കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ആക്കി. കാരണം ഉദ്ദേശിച്ച പോലെയല്ല ചിലവ്. സത്യമാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടാ. നമ്മളിപ്പോൾ 2 വട്ടം ഹോസ്പിറ്റലിൽ, ഒരു വട്ടം അഡ്മിറ്റ് ആയി ഒരു ദിവസം നിന്ന്, 2ാമത്തെ വട്ടം രാവിലെ പോയി നമ്മൾ വൈകുന്നേരം 3 വട്ടം പോയി 2 വട്ടം ആദ്യം നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം വീണ്ടും കണക്ക് കുറവ് ഫീൽ ചെയ്തിട്ട് നമ്മൾ പോയി. പക്ഷെ ഓരോ ഇത് ഞാൻ പറഞ്ഞുതരാ. ഫസ്റ്റ് പോയപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 25,000 പ്ലസ് ഒരു ദിവസത്തെ ഇത് വന്ന്.
രണ്ടാമത്തത് ചെറിയൊരു ചിലവ് വന്നുള്ളൂ, ഒരു 1000 സംതിങ് വന്നിട്ടുള്ളൂ. മൂന്നാമത്തെ വട്ടം പോയപ്പോ കറക്റ്റ് 8000 രൂപ, 8000 ഒരു 10 രൂപ കുറവോ അങ്ങനത്തെ റേഞ്ച് ആകുമ്പോൾ ചിലവായി. സംഭവം ഹോസ്പിറ്റൽ ചിലവ് നല്ല രീതിക്കുള്ള ചിലവുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ അറിയാലോ, ഓൾറെഡി അബോർഷൻ സീനൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൈവറ്റിൽ ആശുപത്രി ഡോക്ടറെ കാണിച്ചത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നമുക്കൊരു 8 മാസമൊക്കെ ആകുമ്പോൾ ഗവൺമെന്റ് ചേച്ചിയൊക്കെ പ്രസവിച്ച നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ തൃശ്ശൂർ, ചേച്ചിയൊക്കെ അവിടെ പ്രസവിച്ചാണ്, അവിടേക്ക് മാറ്റണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കവിടെ നമ്മുടെ ഡോക്ടറുടെ ഒരു കംഫർട്ട് നോക്കിയിട്ട് മാത്രമാണ് നമ്മള് ഹോസ്പിറ്റൽ ചെലവ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടാണ്. ഫണ്ട് നമ്മളവിടെ പോയി ഏകദേശം ഡെലിവറിക്ക് എത്ര ചെലവ് വരും, റൂം മരുന്ന് ഒക്കെ എത്ര വരും എന്നുള്ളത് ചോദിച്ചു, ഉറപ്പാണ് എന്തായാലും ഫുഡും കുറച്ച് ചെലവൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് കൊറേ കേട്ടോ അമ്മ 10 ക്വസ്റ്റ്യൻസ് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആര്യ ചേച്ചി പ്രഗ്നന്റ് ആയതിനു ശേഷം ചേട്ടായിക്ക് വന്ന മാറ്റം? പ്രത്യേകിച്ച് മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടാ. ഞാൻ മെലിഞ്ഞത് ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷം, കാരണം ഇവള് ഇവിടേക്ക് പോകുന്നത് ഞാൻ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഞങ്ങള് റിവീൽ ചെയ്ത ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ കാണുമ്പോ എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എന്തോ പോയി, കാരണം അങ്ങനെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലോണം ഇപ്പം 80 സംതിങ് 64 പോയി. പക്ഷെ ഇപ്പൊ രണ്ടാമതും കുറച്ച് തടിച്ചു വരുന്നുണ്ട്. ചേച്ചിയും ചേട്ടായും എങ്ങനെയുള്ള പേരൻസ് ആയിരിക്കും എന്ന് വല്ല ഗസ് ഉണ്ടോ? ഇത് സൈക്കോയാവും എനിക്ക് ഉറപ്പാ. ഞാൻ നോർമലി അങ്ങനെ വീഡിയോയിലൊക്കെ കാണാലോ. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കിപ്പോ ഉണ്ണോള് ഇപ്പൊ തേജപ്പനെ ആയാലും അവിടെ തുമ്പമ്മേനെ ആയാലും എനിക്ക് എടുത്ത് എനിക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ മുന്നേ ഒരു അമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ആ മക്കൾ അവരുടെ അടുത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോ പ്രത്യേകിച്ച് വേറെ ഇത് വരുമോ, നമുക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് അവരെ ചെറുപ്പം തൊട്ട് എടുത്തിട്ട് അങ്ങനെ ഇതുള്ള കാരണേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് അങ്ങനെ എങ്ങനെയാവുന്നൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. പ്രഗ്നന്റ് ആയിട്ട് ചേച്ചി ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് അതെന്താ? എപ്പോഴും ഇവിടെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പം ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ എന്നോട് ചൂടാവും, ഇനി ഞാൻ പ്രസവിക്കില്ല മറ്റേതാ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ചൂടായി വരിക. അപ്പം നന്നായി വേദനിച്ച് മറ്റേ ഉള്ളില് ഫുൾ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിട്ട് അത് കഴിഞ്ഞ് കണ്ടപ്പോ ആദർശനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഒക്കെ എനിക്ക് മാത്രമാണ് സ്കാൻ ചെയ്യുമ്പോ സഭയിലായാലും എനിക്ക് മാത്രമാണ് ഉണ്ണീനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നെയിലേക്ക് മാറ്റിയപ്പോൾ ആദ്യമായിട്ട് ആദർശാന്റെ ഉണ്ണീനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആദർശാന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദർശാന്റെ മുഖമൊക്കെ അങ്ങനെ ബൾബ് കത്തിച്ചിരിക്കണ ഒരു ഫീല്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഞാൻ അങ്ങനെ കരയൊക്കെ ചെയ്തു. ഇവരുടെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ആദ്യമായിട്ടുള്ള കാണണേ ആ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ചേച്ചി പ്രഗ്നന്റ് ആയതിനു ശേഷം വെറുത്തിട്ടുള്ള ഒരു ഫുഡ്, അതുപോലെ ഇപ്പൊ ഇഷ്ടമുള്ള ഫുഡ്. പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് ഫുഡൊന്നും ഞങ്ങൾക്ക് കഴിക്കൽ കുറവായിരുന്നു. കോഴിമുട്ട, മീന്, ചിക്കന് ഒന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഛർദി അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കാരണം അങ്ങനത്തെ ഫുഡുകളൊന്നും ഇപ്പൊ പിന്നെ ഏറെക്കുറെ എല്ലാം കഴിക്കും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഛർദിയൊക്കെ കുറച്ച് കുറഞ്ഞു. ഒരു 6-ാം മാസം വരെ ഛർദി ഉണ്ടായിരുന്നു കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ ആഗ്രഹമുള്ള പ്ലേസ്? അമ്പലങ്ങളിലൊക്കെ പോകാൻ. അയ്യോ ഞാൻ പല്ല് ഫുള്ള് കൊട്ടിട്ട് ചിരിക്കുന്ന ചിരി വരും. അങ്ങനെ അതന്നെയാവും, അമ്പലന്നെയാവും മിക്കവാറും ഉണ്ടാവുക. പ്രഗ്നൻസി ടൈമിൽ വല്ലാതെ ടഫായി എൻജോയ് ചെയ്ത കാര്യം എന്താ? വയറ് വലുതാവണതിനനുസരിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് സംഭവം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയട്ടെ എന്താ വയറില്ലല്ലോ. പക്ഷെ കുഞ്ഞ വയറ് തന്നെയാണ് നല്ലത് കേട്ടോ. എന്നാലും എന്താ പറയാ, ആ വയറ് വലുതാവുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. പക്ഷെ ഇതേപോലെ നടക്കാൻ പറ്റും. ഇപ്പൊ തീരെ നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് ടഫായിട്ടും തോന്നുന്നുണ്ട്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പാരന്റ്സിന്റെ റിയാക്ഷൻ? എല്ലാവർക്കും സന്തോഷം തന്നെ കേട്ടോ. കാരണം സന്തോഷവും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ ഇതുപോലെ ഓരോ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇപ്പോൾ ആദർശനായാലും ഞങ്ങളുടെ വീട്ടുകാരായാലും അതെ, ഇവിടുത്തെ വീട്ടുകാരായാലും അതെ, എല്ലാവർക്കും ടെൻഷനാണ് കൂടുതൽ. പ്രഗ്നൻസി ടൈം മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് ഹാൻഡിലിങ് ചെയ്തത്? അവിടെയൊക്കെ അടിച്ചിട്ട് തെറിപ്പിച്ചിട്ട് നോണ്ട പറയട്ടാ, ശുണ്ടി കൂടുതലാ ചിലത്ത്. എനിക്ക് ഇടയ്ക്ക് വിഷമം വരും, ഇടയ്ക്ക് ഇരുന്ന് കരയും, അങ്ങനത്തെ കുറച്ചതുണ്ട്. കാര്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം എന്താ പറയാ, മണിക്കൂറുകളോളം അതിന് മാത്രം വെള്ളം ഇവിടെ വന്ന്.
എന്തൊക്കെ ചേഞ്ച് ബോഡി ഹെയർ സ്കിൻ ഉണ്ടായത്, അതിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഏത് മാറ്റമാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? തടിയല്ല, എനിക്കിതുപോലെ ഇത് കഴുത്തൊക്കെ കറുത്ത് അത് മാറുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് വലിയ സീനൊന്നും ഇല്ല. പിന്നെ കയ്യമ്മ കണ്ടോ, ഇതൊക്കെ പാട് മാറുമെന്നാണ് പേടി. എൻ്റെ കയ്യമ്മ ഞാൻ പറഞ്ഞേ നിറച്ച് കുരുക്കൾ വന്നതിന് ശേഷം അത് ഞാൻ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടും, അത് കഴിഞ്ഞാൽ അത് കറുത്ത കളറാവും, പിന്നെ അത് വെള്ള കളറാവും. ഈ പാടൊന്ന് മാറി കിട്ടണം എന്നാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ആവശ്യം. 2 കൈമയും നല്ല പാടുണ്ട്, തൊടയമയും ഒക്കെ ഉണ്ട്. പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോൾ ആരുടെ റിയാക്ഷനാണ് ഏറ്റവും ഇഷ്ടമായത്? സത്യം പറയാച്ചെങ്കിൽ ഒരു റിവീൽ ചെയ്യണ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം ഉണ്ടല്ലോ, എനിക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ അല്ലേ കുറേ ആൾക്കാരെ മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാട്ടോ. അതായത് ഫാമിലിയിൽ ആർക്കും ഇഷ്ടമില്ല എന്നല്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ എന്നാലും ചിലവരുണ്ട് എങ്ങനെ എപ്പം പറയുക, ഏട്ടാന്ന് വിളിച്ചിട്ട് മോനേന്നൊക്കെ വിളിച്ചിട്ടില്ലേ വളരെ സന്തോഷം, നല്ലോണം ജീവിക്കണം, അങ്ങനെ കുറേ അഭിപ്രായങ്ങളും നമുക്ക് കുറേ ഉപദേശങ്ങളൊക്കെ തരും. അതിൽ നല്ല നല്ല കുറേ ഉപദേശം തരുന്ന കുറേ ആൾക്കാരുണ്ട്. ആരും പേരെടുത്ത് പറയില്ല, പക്ഷേ എങ്കിലും അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നെഗടിച്ചിട്ട് നമ്മളിങ്ങനെ തലവേന എടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ആരെങ്കിലും മെസ്സേജ് അയക്കും, വിഷമിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്, അങ്ങനെയാണ്. എനിക്ക് ആദ്യം മെസ്സേജ് നോക്കാൻ പറ്റില്ല, ആദർശം പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും, എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും കേട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അച്ഛൻ ഫോണ് നോക്കി, എനിക്ക് ഒരു ചേച്ചിട്ടോട്ടെ എന്നെ അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5 മാസമായിരിക്കുന്ന സമയത്തേക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അത് അന്ന് ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല കേട്ടാ. അന്ന് അവര് ചിലവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഇവിടെ നിൽക്കണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഇപ്പൊ ആര് വീട്ടിലേക്ക് വന്നിട്ട് 5 മാസമായില്ലേ, ഇപ്പൊ നിനക്ക് 5 മാസമായി ഉണ്ടാവൂലേ എന്നൊക്കെ പറഞ്ഞു കേട്ടാ. പ്രഗ്നന്റ് ആയിട്ട് 5 മാസമായി ഉണ്ടാവൂലേ. പിന്നെ എൻ്റെ അടുത്ത് പറയാ, അധികം സന്തോഷിക്കൊന്നും വേണ്ട, എനിക്ക് 5-ാം മാസത്തിലാണ് അബോർഷൻ ചെയ്യേണ്ടി വന്നത്. അത് കേട്ടപ്പോ എനിക്ക് അന്ന് ഞാൻ ടെൻഷൻ അടിച്ച് ഇതേപോലെ എനിക്ക് പ്രഷർ എനിക്കത് പേടിയാ. അതിന് ശേഷം ഞാൻ ആരുടെ അടുത്തും എല്ലാവരും സ്നേഹം കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്, എനിക്കൊരു പേടിയാ. അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് വയ്യാതെയും ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാ. വളകാപ്പ് നടത്തുന്നില്ലെന്ന് ചോദിച്ചിട്ട്, അപ്പം നിങ്ങളെ ഒപ്പീനിയൻ എന്താ വളകാപ്പ് നടത്തണ്ടേ? സംഭവം എന്ന് വെച്ചാൽ വളകാപ്പ് എന്നുള്ള സംഭവം എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ അല്ല കേട്ടോ. കാരണം ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു പരിപാടി നടത്തണം എന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ബേബി കഴിഞ്ഞിട്ട് ബേബി കുറച്ച് വലുതാകുമ്പോൾ കുട്ടികൾക്ക് ഇപ്പം ഓരോ അന്നും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളോട് ചോദിക്കും, എൻ്റെ ഇതിന് ഇങ്ങനെ ഉണ്ടേനിയോ എന്നൊക്കെ ചോദിക്കില്ല. അപ്പം എന്തായാലും ചെറിയൊരു പരിപാടി നടത്തണം. അതിപ്പം ഇനിയിപ്പോൾ ഏകദേശം ഡേറ്റ് നമുക്ക് ആയിന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച നോക്കിയിട്ട് ചെറിയൊരു പരിപാടി, അപ്പോൾ നമുക്ക് എല്ലാവരും വിളിച്ചില്ലെങ്കിൽ കുറച്ചാണെങ്കിലും വെച്ചിട്ട് ഒരു പരിപാടി, അതിനുശേഷം ബേബി ആയിട്ട് പിന്നെ നല്ല വലിയ പരിപാടി നടത്താലോന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വളകാപ്പ് പോലെ ഒരു ചെറിയ പരിപാടി എന്തായാലും നമ്മൾ നടത്തും. അപ്പോൾ ഇത്ര ലാഗാവും, എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ, നടത്തണോ നടത്തണ്ടേ, അതിന് പറഞ്ഞ ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാനാണ് പിന്നെയും ബാക്ക് വലിഞ്ഞ് നിന്നായിരുന്നു. ആദർശനം നടത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം ഞാനാണ് വേണോ വേണ്ടേ ചെന്നിരുന്നത്. പ്രഗ്നൻസി പില്ലോ യൂസ്ഫുൾ ആണോ? ചൂട് തോന്നാറുണ്ടോ അതിൽ കിടക്കുമ്പോൾ? ബിക്കോസ് ഞാനും പ്രഗ്നൻ്റ് ആണ്, എനിക്കും ഉണ്ട് പില്ലോ, ബട്ട് നല്ല ചൂട്. പിന്നെ ഞങ്ങൾക്ക് അഥവാ AC ഉണ്ടല്ലേ, പിന്നെ നിങ്ങൾക്ക് അഥവാ AC ഉണ്ടല്ലേ. പ്രഗ്നൻസി പില്ലോ യൂസ്ഫുൾ ആണോ വെച്ചാൽ നല്ല യൂസ്ഫുൾ ആണ്. ഞാനിത് കിട്ടിയ പിന്നെ ഞാനിതൊന്നും അല്ലാതെ വേറെ എടുക്കാൻ പറ്റില്ല. എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് ഭയങ്കര ഇതാക്കി ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയ സമയത്ത് കിടന്നുറങ്ങാൻ പറ്റാതെ, പിന്നെ ചൂടൊന്നും അങ്ങനെ തോന്നിക്കണില്ല കേട്ടോ. സൈഡ് തിരിഞ്ഞു കിടക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആ. കാല് ഇതിന്റെ ഉള്ളിൽ ചൂടായി മാത്രം ശരിയില്ല. പിന്നെ AC ഇപ്പഴാ വെച്ചത്. AC വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസം, ഒരാഴ്ച എനിക്ക് ഓർമ്മ കറക്റ്റ് അല്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ അടിപൊളിയായിരുന്നു. ആര്യ എന്താ പഠിച്ചേ? ഞാന് ഡിഗ്രി വരെ പഠിച്ചു. BSW ആണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വളക്കാപ്പ് നടത്ത് പറഞ്ഞിട്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സെറ്റാക്കാം. ആദർശ് ചേട്ടന്റെ ഏജ് ആദർശ് ചേട്ടന്റെ പേജ് പറയാൻ ഭയങ്കര നാണക്കേടായി തുടങ്ങി. അയ്യോ, അതുകൊണ്ട് വലുതായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ആദർശ് ചേട്ടന്റെ പറയും ഞാൻ 29 വയസ്സ്, അടുത്ത വർഷം 30 വയസ്സാവും. എനിക്ക് ഇന്നാളെ ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു, എന്നെ കാണുമ്പോ നല്ല ഏജ് തോന്നിക്കുന്നത്. എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ ഏജ് പറയണോണ്ടെന്ന് എനിക്ക് സീൻ കഴിയടാ. ഡ്യൂ ഡേറ്റ് എന്നാ? ബേബിക്ക് നെയിം കണ്ടുവെച്ചോ? ഡ്യൂ ഡേറ്റ് നമ്മളെ ഡെലിവറി ഡേറ്റ് ഇപ്പൊ ഏകദേശം അല്ലേ
മാർച്ച് ഫസ്റ്റ് വീക്ക് ഉണ്ടാവും. ആ പേര് കണ്ടുവച്ചിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ബോയ്. അപ്പോൾ എന്തായാലും പറയാലോ അപ്പൊ ആ സമയത്ത്. അപ്പൊ ഒരു 1-2 ദിവസം കൊണ്ട് എല്ലാരും ഞാൻ നോക്കി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ എല്ലാരും നോക്കിട്ട് സജസ്റ്റ് ചെയ്യാ നല്ല പേര് പറഞ്ഞായോ. നമ്മളൊരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ള വായിക്കില്ലല്ലേ. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് കുറെ പേര് ചോദിച്ചു കാരണം ഞാൻ ഇങ്ങനെ മാറ്റി പോവാട്ടാ. ഇഷ്ടാണെന്നാണോ പറഞ്ഞത്? എല്ലാവർക്കും നമ്മളതിന് ഇഷ്ടമാണെന്നിട്ട് അങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആയിട്ടല്ല, അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. കറക്റ്റ് പ്ലേസ് എവിടെയാ ഒന്ന് പറയോ ചേച്ചി പ്ലീസ്? എൻ്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂര് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അടുത്ത് അരിമ്പാടം പുതുരുത്തി എന്ന് പറയുന്ന ഭാഗത്താണ് എൻ്റെ വീട്. ആദർശാൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ ഫുൾ വളക്കാപ്പ് നടത്തണം. ചേച്ചിക്ക് ജോബ് ഉണ്ടോ? എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ജോബൊന്നും ഇല്ല കേട്ടോ. പ്രഗ്നൻസിക്ക് വേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ? നമ്മൾ ഓൾറെഡി നമ്മുടെ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ലേ, സൈക്കിള് പോലെ അങ്ങനെ. അതായത് ഈ ലാപ്രോസ്കോപ്പി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മരുന്ന് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ അബോർഷനായി പോവാതെ നിൽക്കാനുള്ള. അതിനിപ്പോൾ കൺസീവ് ആയി കഴിഞ്ഞാൽ തന്നെ കൺസീവ് ആയി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് അടിക്കുന്ന ഇഞ്ചക്ഷൻ, കുറച്ച് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നത്. അതൊക്കെ അത്യാവശ്യത്തിന് കോസ്റ്റ് ഒക്കെ ഉള്ള മരുന്നൊക്കെ തന്നെ കേട്ടോ. അത്യാവശ്യത്തിന് ഇഞ്ചക്ഷനും മരുന്ന് ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ മരുന്നിൻ്റെതോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെതോ ഒക്കെ നോക്കിയിട്ട് വില കണ്ടിട്ട് ബാഗ് അടിച്ച് നിൽക്കേണ്ട. കാരണം നമുക്കത് എന്ന് പഠിക്കേണ്ടതല്ല, നമുക്കൊന്ന് സെറ്റ് ആവുന്നവരും അടിക്കേണ്ട. അപ്പോൾ അത് ഞാനൊക്കെ ഇപ്പം ഞങ്ങൾ അതിന് മാത്രം വലിയ റിച്ച് ഒന്നുമില്ല, നോർമൽ ഫാമിലി തന്നെ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ചെറിയ കുഞ്ഞു ലോണും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. ഒന്നും എന്താ പറയുക, ഇപ്പം അതൊക്കെ ഒന്നും വേണ്ട വിചാരിച്ച് നിന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ അറിയണവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ ഇഞ്ചക്ഷന്റെ റേറ്റ് ഒക്കെ നമുക്ക് എത്ര ആൾക്കാർ മെസ്സേജ് അയച്ചു നമുക്ക് ഇത്രയൊക്കെ റേറ്റിൽ സംഭവം ശരിയാ, നല്ല റേറ്റ് ഉണ്ട്, നല്ല റേറ്റ് ഡെയിലി ഇഞ്ചക്ഷൻ അടിച്ചു. ഡെയിലി അതാ അത്രയ്ക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളടുത്ത് ഒരു സൈഡിൽ കൂടെ ഒരു 10 രൂപ വന്നാൽ മറ്റേ സൈഡിൽ കൂടെ 10 രൂപ സുഖമായിട്ട് പോകാനുള്ള വഴി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് അതൊക്കെ തന്നെ. പിന്നെ പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക, ഇഞ്ചക്ഷൻ കറക്റ്റ് അടിക്കുക. കൺസീവ് ആയി കഴിഞ്ഞാലും ഇഞ്ചക്ഷൻ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും അപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ വന്ന് ബ്ലഡിൻ്റെ അതും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ഫണ്ട് അതിന് പൊട്ടി. നമ്മളതൊക്കെ വേണ്ട വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ ചേച്ചിമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വേദന വന്നാൽ പറയാതിരിക്കരുത് എന്നൊക്കെ. അത് ഒരുപാട് മെസ്സേജ് ആയിട്ട് കുറെ കമന്റ് അങ്ങനെ കണ്ടു. സത്യം പറയാച്ച അന്ന് ആദർശയുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ചേട്ടാ അമ്പലത്തിൽ പോയേക്കാം. അപ്പൊ എന്റെ മനസ്സിൽ ഫെബ്രുവരി 12 നമ്മളവിടുത്തെ ഉത്സവ പോക്കിനകത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാനും മുടക്കാണ്ടൊക്കെ വേണ്ടിയിട്ട് പോയി. തലേന്ന് പോയി 11-ാം തീയതി അവിടെ എത്തി, പരിപാടിയൊക്കെ കണ്ട് പുലർച്ചെ അങ്ങനെ നിൽക്കുക. ഞാൻ ഏകദേശം എല്ലാവരും അമ്പലത്തിലെല്ലാവരും പോയി കിടക്കുക ചെയ്ത് ഞാൻ എൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവളൊരു മെസ്സേജ് പുലർച്ചെ ഏകദേശം ഒരു 4 മണിക്കാ 4 മണിക്കിട്ട് ഒരു മെസ്സേജ് വന്ന് ചെറുതായിട്ടൊരു പെയിൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയാൻ പേടിച്ചിട്ടായിരിക്കും ഇപ്പൊ പെയിൻ എടുക്കുന്നുണ്ട്. ഞാൻ പേടിച്ചിട്ടല്ല, എനിക്ക് എന്താ പറയുക, എന്റെ മനസ്സിലപ്പോ ഞാൻ വൃത്തികെട്ട കുറെ ചിന്തിച്ചു. എനിക്ക് ഇങ്ങനെ വയറുവേദന എടുത്തിട്ടില്ല, ഇതൊക്കെ തണ്ടിലും വയറൊക്കെ ഭയങ്കര വേദന. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഞാൻ ഇപ്പൊ പ്രസവിക്കുവോ അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഫസ്റ്റ് ആദർശന്റെ ഏറ്റവും അങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ണീനെ എടുക്കണം എന്നുള്ളത്. സത്യം എന്റെ തലയില പൊടി ഒരു മണ്ടത്തരാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവര് ഇപ്പൊ വിളിച്ച് ഇവിടെ ആദർശേട്ടൻ ഇവിടെ കൊണ്ടുപോകാൻ കാറ് അങ്ങനത്തെ സംഭവം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും, നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നു വെച്ചെങ്കിൽ. പക്ഷെ എന്റെ മനസ്സിൽ പോയി ഞാൻ പ്രസവിച്ച ഉണ്ണീനെ ആദ്യം ആദർശേട്ടൻ എടുക്കില്ലല്ലോ, അങ്ങനെ കുറച്ച് മണ്ടത്തരായിട്ട് ഞാൻ ചിന്തിച്ചു. അപ്പൊ ആദർശേട്ടൻ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുള്ളൂ വിചാരിച്ചിട്ട് ഇവിടെ മിണ്ടാതിരുന്നു. ഞാൻ പക്ഷെ വരുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. മെസ്സേജ് കാണുന്നു, ഞാൻ വിളിച്ചു ചേട്ടാ ഉറങ്ങിണ്ടാവും. പുലർച്ചെ ഒരു 3:30-4 മണിയാകുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കണം. ആ സമയത്തൊക്കെ നല്ല ഉറക്കാവൂലോ. പക്ഷെ അത് അയച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ ഞാൻ ആദർശേട്ടൻ്റെ കാറിവിടെ വന്ന് നിന്നപ്പോഴാണ്, നിങ്ങളുടെ റൂമിലേക്ക് കയറിയപ്പോഴാണ് ആ ചേട്ടൻ വന്നു ഞാൻ കണ്ടത്. അമ്മ അച്ഛനും അപ്പോഴാണ് അറിയണേ. അങ്ങനെ അവരുടെ ചീത്ത കേട്ടിട്ടായിരുന്നു അങ്ങനെ വേദന വന്നിട്ട് പറയാതിരുന്നപ്പോൾ. അത് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ കൂടിയിട്ടാണ് എനിക്ക് വയറ് വേദനിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേര് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, അങ്ങനെ കുറേ പേര് ഞാൻ പേര് വായിക്കാത്തത് എന്താണെന്നറിയോ, നമ്മളിടയ്ക്ക് വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ പേര് ചിലവരുടെ വിട്ടുപോകും. അപ്പോൾ ചിലവരുടെ പേര് വായിച്ചു, ചിലവരുടെ പേര് വായിച്ചില്ല എന്നുള്ളൊരു വിഷമം തോന്നണ്ട വിചാരിച്ചിട്ടാണ് പേരൊന്നും വായിക്കാത്തത്. ചേച്ചിക്കും ചേട്ടനും ഏത് ബേബി വേണം എന്നാണ് ആഗ്രഹം, ഗേൾ ഓർ ബോയ്? അതെന്നോട് പറയരുത് എന്നാണ് പറയാറ്. ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് പറയാറ്, നമുക്ക് എന്ത് കുട്ടിയായാലും നല്ലോണം നോക്കുക സംഭവത്തിലല്ല. എനിക്ക്
പിന്നെ എല്ലാവർക്കും അറിയാം എനിക്ക് ചെറിയ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ആൺകുട്ടി പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ചെറിയ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും എനിക്ക് എന്ത് കുട്ടിയായാലും ഞാൻ നല്ല പറയണോക്ക് ഞാൻ അങ്ങനെ പറയും, ഇങ്ങനെ ഈ കുട്ടി ആയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്നോട് പറയും ആരും അങ്ങനെ പറയാൻ പാടില്ല, നിന്റെ വയറ്റിലിരുന്ന് ഉണ്ണി കേൾക്കുന്നുണ്ടാവും, അത് എന്തുണ്ണി വെച്ചെങ്കിലും അതിന് വിഷമാവുന്നിട്ട് എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. നമുക്ക് എത്രയായാലും നമ്മൾ പറയുമല്ലോ. അങ്ങനെയല്ലട്ടോ, നമുക്ക് ഇങ്ങനെ കുഞ്ഞിച്ചുണ്ട് കൊടുക്കാനേ. പിന്നെ എന്ത് നമുക്ക് നല്ല ആരോഗ്യത്തോടെ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് എവിടെയും പറയാത്തത്, ഇന്ന കുട്ടീനെയാണ് ഇഷ്ടം എന്നുള്ളൊരു ഇത് പറയാത്തത് കേട്ടോ. ഡേറ്റ് എന്നാണ് കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ്. ഡേറ്റ് എന്തായാലും മാർച്ച് സമയത്തുണ്ടാവും. അയ്യോ എന്റെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ സെഞ്ചുറി അടിക്കാറായിട്ടുണ്ട്. പാവും ഈ വെയിറ്റ് എന്നല്ല നിർത്താൻ പറ്റട്ടെ, ഇതേപോലെ തുടുത്ത് നിക്കണമള്ളു. റീനമ്മയെ വെച്ച് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ആദർശ്. മീൻസ് ഒരാളെ വെച്ച് പൈസ വേണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് സെയിം അല്ലേ ആര് ചെയ്യുന്നത്? അമ്മയെ വെച്ച് ആദർശിന്റെ വീഡിയോസ് ഇടുന്നു. അങ്ങനെ വരുമ്പോഴല്ലേ ഞങ്ങൾ പോലുള്ള വ്യൂവേഴ്സിന് ഡൗട്ട് വരുന്നത്. ഞാൻ എൻ്റെ ഭാഗം പറയട്ടെ, ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മയുടെ വീഡിയോ ഇല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ വീഡിയോ പോയി എടുക്കാനാണ്? പിന്നെ അതിൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ പറയാ, ഇപ്പോൾ റീനമ്മേനെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞ്. അതായത് ഇപ്പോൾ നമ്മളൊരു കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ട് ആ സമയത്ത് വെറുതെ എന്തോ കിടികിടിയായിട്ട് ആ സമയത്ത് പറഞ്ഞ് അങ്ങനെ വീഡിയോൻ്റെ ഇടുന്നതിലൊരു നെഗായിട്ട് എൻ്റെ അടുത്ത് ഇടാൻ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ച്. അപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വീഡിയോസിൽ എന്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ ഒരു ജെന്യൂനിറ്റി വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഒരാളിപ്പോൾ പറയാണ് ആളെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കാണിക്കൂല, ഞാൻ ചത്താലും കാണിക്കൂല. അത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. അത് ആ സമയത്ത് അമ്മ അങ്ങനത്തെ ഒരു ടോണിൽ സംസാരിച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക, ഞാൻ അമ്മേനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പിന്നെ താല്പര്യപ്പെട്ടില്ല. അതിന് എൻ്റെ അടുത്ത് ന്യായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിക്കും. പിന്നെ ഇവിടുത്തെ അമ്മേനൊപ്പം വീഡിയോ ഇടുന്നത് അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല അമ്മേനെ കാണിച്ച് വീഡിയോ ഇടരുതെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ കാണിച്ച് വീഡിയോ ഇടുന്നു. അത് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അമ്മേനെ കാണിക്കുമ്പോൾ ഇപ്പൊ ആദർശന്റെ അടുത്ത് ഞാൻ പറയണം എൻ്റെ അമ്മയുടെ വീഡിയോ കാണിക്കരുത് പറഞ്ഞ ആദർശൻ ചെയ്യില്ല. ആദർശൻ എൻ്റെ അടുത്ത് വീഡിയോ കാണിക്കരുത് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, അപ്പൊ എന്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞ്, അതായത് കുഴപ്പമൊന്നുമില്ല അന്നത്തെ ഒരു ഇതിലേക്ക്. പിന്നെ അമ്മ പറഞ്ഞ് വീഡിയോ കാണിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമുക്കൊരു നമ്മള് വീടിന്റെ ഒരു വീട്ടിൽ ഇപ്പൊ അവനെ കൊണ്ടുവരുന്ന ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെല്ലാരും വരുമ്പോൾ അവരെ കാണിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മള് കാണിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി ആ സമയത്ത് ആദർശ് അമ്മേനെ കാണിച്ച് എന്നൊന്നും പറഞ്ഞിട്ട് ആദർശിലൊക്കെ എന്റെ മേത്തിക്കാണ് വരുന്നത്. ഞാൻ എന്താ വീഡിയോ ആരുടെ അമ്മയുടെ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിൽക്കുമ്പോ എന്റെ അമ്മയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എനിക്ക് അത് ഓരോന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷെ റീനമ്മ നമ്മുടെ അടുത്ത് എപ്പോഴും ഒപ്പില്ല. നിങ്ങൾ മുന്നത്തെ കോഴിക്കോടിലുള്ള സമയത്ത് വീഡിയോസ് എടുത്ത് വെച്ചാൽ കണ്ടോ, അമ്മ അതിന് ഇഷ്ടം പോലെയാണ്. അമ്മയുള്ള ഒരുപാട് ഒരുമിച്ചുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചെങ്കില് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്കും ഒക്കെ ഇതാക്കേണ്ടി വരും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം കേട്ടോ.